ചരിത്രം തിരുത്തിക്കുറിച്ച നവകേരള സദസ്സ് പുനലൂരിൽ ഇന്ന് എത്തിച്ചേരുകയുണ്ടായി. നവംബർ മാസം 18-ന് ആരംഭിച്ച നവകേരള സദസ്സ് പുനലൂരിൽ എത്തിച്ചേരുമ്പോൾ ഒരു വലിയ വരവേൽപ്പാണ് നവകേരള സദസ്സിന് നമുക്ക് നൽകാൻ കഴിഞ്ഞത്. പുനലൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിപുലമായൊരു സമ്മേളനമായി നമുക്ക് നവകേരള സദസ്സിനെ മാറ്റുവാൻ കഴിയും. ആയിരക്കണക്കിന് ആളുകളാണ് ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഇവിടെ ഒത്തുകൂടിയത്. ഈ നവകേരള സദസ്സ് ഏറ്റവും നന്നായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ സംഘാടക സമിതി രൂപീകരിച്ച് ചിട്ടയായ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. പഞ്ചായത്ത് തല സമിതികളും വാർഡ് തല സമിതികളും രൂപീകരിച്ചുകൊണ്ട് താഴെ തട്ടുവരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടയായി കൊണ്ടുപോകാൻ കഴിയും. ഇന്നിപ്പോൾ ഈ നവകേരള സദസ്സ് ഒരു വൻ വിജയമായി മാറി എന്ന് പറയുമ്പോൾ ഈ നവകേരള സദസ്സിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ജനപ്രതിനിധികളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, മാധ്യമ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ അംഗൻവാടി പ്രവർത്തകരുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്, ആശാ വർക്കർമാരുണ്ട്, തൊഴിലാളികളും കർഷകരും അടക്കം ഒരു വൻ വിഭാഗമാണ് ഈ നവകേരള സദസ്സ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായി നിലകൊണ്ടത്. അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ നേട്ടം നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും പുനലൂരിൻ്റെ വികസന രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പുനലൂരിൻ്റെ തുടർ വികസനത്തിനും ക്ഷേമ രംഗത്തെ പ്രവർത്തനങ്ങളിലും ഈ നവകേരള സദസ്സ് വലിയ തരത്തിലുള്ള വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാരും നമ്മുടെ പുനലൂരിലെ വികസനത്തെ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്നവരാണ്. തീർച്ചയായും ഇതിൽ തന്നെ വ്യക്തമാക്കിയതാണ്, ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പങ്കാളികളാകാൻ എല്ലാവരെയും ഗവൺമെൻറ് ക്ഷണിച്ചിരുന്നു. പക്ഷേ UDF ബഹിഷ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ബഹിഷ്കരിച്ച UDF എന്തിനാണ് പിന്നീട് പല സ്ഥലത്തും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്? അവർക്കിതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു, പങ്കെടുക്കാനുള്ള അവകാശമുണ്ടായിരുന്നു, അതിനെ സ്വാഗതം ചെയ്തതാണ്. പക്ഷേ അവർ തന്നെ ബഹിഷ്കരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അങ്ങനെ ബഹിഷ്കരിച്ചു പോയ ആളുകൾ ഈ വലിയ ഒരു ജനമുന്നേറ്റത്തിനെതിരായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്ന നിലയുണ്ടായത് തെറ്റായ കാര്യമാണ്. പുനലൂരിൻ്റെ തുടർന്നുള്ള വികസനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കൈകളിൽ ഭദ്രമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. പുനലൂരിലെ നവകേരള സദസ്സ് വൻ വിജയമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ജനത്തിൻ്റെ വലിയ ഒരു ജനാവലി തന്നെയായിരുന്നു ഈ സദസ്സിലേക്ക് ഇരച്ചു കയറിയത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വൻ വിജയമാക്കി തീർക്കുവാൻ നമുക്കത് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സർക്കാരിനെ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു ഈ ജനാവലി.